ഹായ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട തിയറം എന്നുള്ളത് നമ്മൾ n മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ബൂളിയൻ വേരിയബിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ 2n ബൂളിയൻ ഫങ്ഷൻസ് നമുക്ക് ഫോം ചെയ്യാം ആ n മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ബൂളിയൻ വേരിയബിൾ വെച്ചിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അങ്ങനത്തെ ഫങ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളക്ഷൻ എന്നുള്ളത് ബൂളിയൻ ഓൾജിബ്ര ആയിരിക്കും. അതിൻ്റെ ആറ്റംസിൻ്റെ ഫോം എന്നുള്ളത് x1 raised to epsilon 1, x2 raised to epsilon 2, etc. xn raised to epsilon n. ഈ xi raised to epsilon i എന്നുള്ളത് ഒന്നെങ്കിൽ xi അല്ലെങ്കിൽ xi ഡാഷ് അങ്ങനത്തെ 2 raised to n ആറ്റംസ് ആണുള്ളത്. ഈ തിയറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതിൻ്റെ പ്രൂഫും നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയണത്. അപ്പോൾ ഫസ്റ്റ് തിയറം എന്നുള്ളത് എവറി ബൂളിയൻ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് x1, x2, etc. xn can be uniquely expressed as a sum of terms of the form x1 raised to epsilon 1, x2 raised to epsilon 2, etc. xn raised to epsilon n, where each xi raised to epsilon I is either xi or xi dash. അതായത് ഈ തിയറം പറയണത് നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻസിന് എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ കണ്ടായിരുന്നു. നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതിയിരുന്നു. അതായത് ഒരു ബൂളിയൻ ഫംഗ്ഷൻ ഇപ്പോൾ 3 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ ആണെങ്കിൽ 3 വേരിയബിൾസ് ഉള്ള ബൂളിയൻ ഫംഗ്ഷൻസ് നമുക്ക് എഴുതാം. അതിൻ്റെ ട്രൂത്ത് ടേബിളും നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ പറയണത് ഏതൊരു ബൂളിയൻ ഫംഗ്ഷൻ തന്നാലും അതിനെ നമുക്ക് ഈ ആറ്റംസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. സ്പെസിഫിക്കലി ഫോർ എവറി എലമെൻറ്റ് y bar is equal to y1, y2, etc. yn of z2 raised to n. Let f y bar be the boolean function from z2 raised to n to z2 defined by if y bar of y bar is equal to 1 and if y bar of z bar is equal to 0 for all z bar element of z2 raised to n minus set y bar, and let x y bar be the term x1 epsilon 1, x2 raised to epsilon 2, etc. xn raised to epsilon n, where xi raised to epsilon I is equal to xi if yi is equal to 1 and xi raised to epsilon I is equal to xi dash if yi is equal to 0. Then every function f from z2 raised to n to z2 equals sum of x y bar, where the sum extends over all y bar such that f of y bar is equal to 1. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഏത് ബൂളിയൻ ഫംഗ്ഷൻ എടുത്താലും അതിനെ നമുക്ക് ആറ്റംസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമ്മ എങ്ങനെ എഴുതണേ എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണേ. അതായത് നമ്മൾ ആ ഫംഗ്ഷന് നമുക്കറിയാം ഇപ്പോൾ 3 വേരിയബിൾ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കണേ. x1, x2, x3യിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ z2 ക്യൂബിൽ എലമെൻറ്റ്സ് ആയിരിക്കും അതിന് ഇൻപുട്ട് വാല്യൂ ആയിട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് 8 ഇൻപുട്ട് വാല്യൂ അവിടെ കൊടുക്കാം. അതായത് 0 0 0 1 0 0 അങ്ങനെ 8 ഇൻപുട്ട് വാല്യൂ കൊടുക്കാം. അതിൽ ചില വാല്യൂ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും, ചില വാല്യൂ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. നമ്മൾ 1 പറയണ ആ ഇൻപുട്ട് വാല്യൂസ് മാത്രം എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ആറ്റംസ് എഴുതണത്. അതിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതൊരു നെക്സ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾ നോക്കാം. We have already seen the table of values of the Boolean function f of x1, x2, x3 is equal to x1, x2 plus x2 dash x3. അതായത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ബൂളിയൻ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞതാണ്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതിയിട്ടുണ്ടായി. അതിൻ്റെ ടേബിൾ വാല്യൂസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ദ ഫംഗ്ഷൻ ടേക്സ് വാല്യൂ 1 at 4 points, namely 1 1 1, 1 1 0, 1 0 1, 0 0 1. അതായത് ഈ 4 പോയിന്റിൽ മാത്രമേ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവണുള്ളൂ, 1 ആവണുള്ളൂ. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ 0 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെ ആറ്റംസ് എഴുതാം? ദ കറസ്പോണ്ടിങ് ആറ്റംസ് ആർ, ഫസ്റ്റ് പോയിന്റ് നോക്കാം 1 1 1. ഇപ്പോൾ 1 1 1 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അതിൽ ഫസ്റ്റ് എൻട്രി നമ്മളെ ഫസ്റ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് x1ന് കറസ്പോണ്ടിങ് ആയിട്ട്, സെക്കൻഡ് എൻട്രി x2ന് കറസ്പോണ്ടിങ്, തേർഡ് എൻട്രി x3ക്ക് കറസ്പോണ്ടിങ്. അപ്പോൾ അവിടെ 3 എൻട്രി x1, x2, x3 എന്നുള്ളത് 1 1 1 ആണ്. അപ്പോൾ നമ്മൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ x1 എഴുതും. x1 ഇൻറ്റു രണ്ടാമത്തെ x2ൻ്റെ വാല്യൂ 1 ആണ്, x2 x3. ഇത് 3 1 ആയതുകൊണ്ട് നമ്മൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ആ വേരിയബിളായിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും വേരിയബിൾ 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇപ്പോൾ x2 0 ആണെങ്കിൽ നമ്മൾ x2 എന്നല്ല എടുക്കുക, x2 ഡാഷ് എന്ന് എടുക്കാം.
ഇപ്പം 3ഉം 1 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആറ്റം എന്നുള്ളത് x1 x2 x3. അടുത്ത പോയിന്റ് നോക്കിയേ 1 1 0. അപ്പോൾ അവിടെ x3 0 ആണ്, x1ഉം x2ഉം 1 ആണ്. അപ്പോൾ നമ്മൾ x1 x2 x3ക്ക് നമ്മൾ എന്താ കൊടുക്കുക, x3 ഡാഷ്. അടുത്ത പോയിന്റ് 1 0 1 1 0 1 എന്ന് പറയുമ്പോൾ അവിടെ x1ഉം x3ഉം 1 ആണ്, x2ന് 0 ആണ്. അപ്പോൾ നമ്മൾ x2ൻ്റെ സ്ഥാനത്ത് x2 ഡാഷ്, x1ഉം x3ഉം അതുപോലെ തന്നെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റം എന്നുള്ളത് x1 x2 ഡാഷ് x3. അടുത്ത പോയിന്റ് 0 0 1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റം എന്താ വരാം, x1 ഡാഷ് x2 ഡാഷ് x3. അപ്പം നമുക്ക് 4 പോയിന്റ്സിൽ 1 ആവണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ആറ്റംസ് കിട്ടി. അതിൻ്റെ സം ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫോമിലായി, അതായത് സം ഓഫ് ആറ്റംസിൻ്റെ ഫോമിൽ. അപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫിനെ നമുക്ക് x1 x2 x3 പ്ലസ് x1 x2 x3 ഡാഷ് പ്ലസ് x1 x2 ഡാഷ് x3 പ്ലസ് x1 ഡാഷ് x2 ഡാഷ് x3, ആ 4 ടേംസിൻ്റെ സമ്മായിട്ട് എഴുതി. അതായത് നമ്മൾ പറഞ്ഞ ആ തിയറ പ്രകാരം നമുക്ക് ഏത് ബൂളിയൻ ഫംഗ്ഷൻ തന്നാലും ഈ സം ഓഫ് ആറ്റംസ് ആയിട്ട് എഴുതാം. ഇനി ഇത് തന്നെയാണോ നമുക്ക് ഒറിജിനലായിട്ട് തന്ന ഫംഗ്ഷൻ എന്ന് അറിയാൻ ഇതിന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത ഫോമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. ഇപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും x1 x2 കോമൺ ആണ്, x1 x2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ഫസ്റ്റ് ടേമിൽ x3 പ്ലസ് സെക്കൻഡ് ടേമിൽ x3 ഡാഷ്. ഇനി തേർഡ് ടേമും ഫോർത്ത് ടേമും നോക്കുമ്പോൾ അവിടെ x2 ഡാഷും x3യും കോമൺ ആണ്, അത് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത x1 പ്ലസ് x1 ഡാഷ്. അപ്പം നമുക്കറിയാം x3 പ്ലസ് x3 ഡാഷ് എന്നുള്ളത് 1 ആണ്, x1 പ്ലസ് x1 ഡാഷും 1 ആണ്. അത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, x1 x2 പ്ലസ് x2 ഡാഷ് x3. അപ്പം അതാണ് തന്നേക്കണ ഫംഗ്ഷൻ. അപ്പോൾ അതിന് നമ്മളോട് സം ഓഫ് ആറ്റംസിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാം. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവണമെന്ന് നോക്കാം. ആ പോയിന്റ്സ് എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആറ്റംസ് എഴുതാം. അതിൻ്റെ സമ്മായിരിക്കും നമ്മുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ ഉള്ളത്. Thus we have shown that even if we do not know the original formula for f, but simply the points for f takes the value 1, then we can always get an algebraic expression for f by adding the corresponding atoms. അതായത് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇന്നതാണെന്ന് അറിയില്ല, പക്ഷെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവണ പോയിന്റ്സ് അറിയാമെങ്കിലും നമുക്ക് എന്ത് എഴുതാം, ആ ബൂളിയൻ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് എന്ത് മാത്രം മതി, ആ ഫംഗ്ഷൻ എവിടെയൊക്കെയാണോ 1 ആവണേ ആ പോയിന്റ്സ് മാത്രം നമുക്ക് മതി, അതിന് കറസ്പോണ്ടിങ് ആറ്റംസ് എഴുതാം. അതിൻ്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൂളിയൻ ഫംഗ്ഷനായി. ഇനി അടുത്തതാണ് ഡെഫിനിഷൻ നോക്കാം. ദ algebraic expression for a Boolean function of n variables as s sums of atoms is called the disjunctive normal form or DNF of that function. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ആറ്റംസിൻ്റെ സമ്മായിട്ട് എഴുതി, ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ പറയുന്നത് DNF എന്ന disjunctive normal form. The disjunctive normal form of the function which identically equals 1 is called the complete disjunctive normal form in n variables. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ DNF എഴുതിയപ്പോൾ അത് ഏത് പോയിന്റിലും ഈക്വൽസ് 1 ആണെങ്കിൽ, അതായത് എല്ലാ പോയിന്റ്സിലും ആ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. അതായത് അതിൽ എല്ലാ ടേംസ് ഉണ്ടാവും. ഇനി അടുത്തൊരു പാരഗ്രാഫിൽ പറയണത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് തന്നേക്കണ ഫംഗ്ഷനെ DNFൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നേക്കണ ഫംഗ്ഷൻ എന്താക്കി എഴുതാം. അതായത് നമുക്ക് തന്നേക്കണത് ആ DNF ഫോമിലായിരിക്കില്ല. നമ്മളോട് പറയുകയാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ DNFലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആ ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൻ്റെ എന്ത് വരയ്ക്കാം, അതിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ നോക്കാം. നമുക്ക് ടേബിൾ വാല്യൂ നമുക്ക് ഇപ്പോൾ 3 വേരിയബിൾ x1 x2 x3 ആണെങ്കിൽ അതിന് നമുക്കറിയാം 8 എൻട്രീസ് ഉണ്ടാവും. ആ ടേബിൾ വാല്യൂ എഴുതിയിട്ട് ആ ഏതൊക്കെ വാല്യൂസിലാണ് ഫംഗ്ഷൻ 1 ആവണേ അതിന് കറസ്പോണ്ടിങ് പോയിന്റ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആറ്റംസ് എഴുതുക, സമ്മാക്കി ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ കണ്ട പോലെ തന്നെ. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ ടേബിൾ വാല്യൂ എഴുതാണ്ട് തന്നേക്കണ ഫംഗ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ DNF ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളിൽ പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അത് ഞാൻ പറയുമ്പോൾ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് പറയുന്നത് റൈറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ DNF. അപ്പോൾ നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ എന്നുള്ളത് x1 പ്ലസ് x2 ഡാഷ് ഇൻറ്റു x3 ഡാഷ്
പ്ലസ് x2 x1 ഡാഷ് ഇൻറ്റു x2 പ്ലസ് x1 x3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രാക്കറ്റുള്ള ടേംസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സമ്മാക്കി എഴുതാം. അപ്പോൾ നോക്കി അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താവും x1 x3 ഡാഷ് പ്ലസ് x2 ഡാഷ് x3 ഡാഷ് പ്ലസ് x2 x1 ഡാഷ് പ്ലസ് x2 x1 ഡാഷ് x1 ഡാഷ് x3. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ചില ടേമിൽ ചില വേരിയബിൾസ് മിസ്സിങ്. അപ്പോൾ ഫസ്റ്റ് ടേം നോക്കി അവിടെ x1 x3 ഡാഷ് മാത്രമേ ഉള്ളൂ, x2 എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടുത്തെ മിസ്സിങ് ആയിട്ടുള്ള വേരിയബിൾ x2 ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു x2 പ്ലസ് x2 ഡാഷ് എന്ന് പറഞ്ഞ ടേം എക്സ്ട്രാ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് x1 x3 ഡാഷ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേമിൽ x2 എന്ന് പറഞ്ഞ വേരിയബിൾ മിസ്സിങ് ആയതുകൊണ്ട് നമ്മളവിടെ എക്സ്ട്രാ x2 പ്ലസ് x2 ഡാഷ് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം x2 പ്ലസ് x2 ഡാഷ് ഒരു വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ 1 നമ്മൾ 1 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ടേമിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി അതുപോലെ സെക്കൻഡ് ടേമിൽ x2 ഡാഷ് x3 ഡാഷ് x1 എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ മിസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ x1 പ്ലസ് x1 ഡാഷ് എന്ന് പറഞ്ഞ ആ ഒരു ടേം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. തേർഡ് ടേമിൽ അതുപോലെ x3 മിസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ x3 പ്ലസ് x3 ഡാഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി തേർഡ് ടേമിൽ x2 അല്ല ലാസ്റ്റ് ടേം ഫോർത്ത് ടേമിൽ x2 x1 ഡാഷ് x1 ഡാഷ് x3. അതിൽ x1 എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് രണ്ടും ഒരേ ടേമാണ്. അതായത് x1 ഡാഷ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. നമുക്കറിയാം x1 നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചു x ഇൻറ്റു x എന്നുള്ളത് എക്സാണ്. അതായത് ഒരു വേരിയബിളിനെ 2 ടൈം മൾട്ടിപ്ലൈ ചെയ്താലും പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് ആ വേരിയബിൾ തന്നെ കിട്ടാം. അപ്പോൾ 2 പ്രൊഡക്റ്റ് എഴുതുന്നതിന് പകരം ഒറ്റ ടൈം x1 ഡാഷ് ചെയ്താൽ മതി. ഇപ്പോൾ x1 ലാസ്റ്റ് ടേമിൽ x1 എന്ന് പറഞ്ഞ വേരിയബിൾ 2 ടൈം വന്നിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം x1ഉം ഒരെണ്ണം x1 ഡാഷും ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? നമുക്കറിയാം ഒരു വേരിയബിളിന് അതിൻ്റെ ഡാഷ് വെച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുക. അപ്പോൾ ടേം ഫുള്ളായിട്ട് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്തതിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x1 x2 x3 ഡാഷ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഒരേപോലെയുള്ള ടേം 2 പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഒറ്റ ടൈം എഴുതിയാൽ മതി. കാരണം x പ്ലസ് x എന്നുള്ളതും എക്സാണ്. അപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ ചില ടേമുകൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ടൈംസ് എഴുതാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? DNF കിട്ടും. അടുത്ത എക്സാമ്പിൾ നോക്കാം. g ഓഫ് ABC ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ DNF ആണ് നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ ടേബിൾ വാല്യൂ എഴുതിയിട്ട് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തേക്കണത് ഇത്രേ ഉള്ളൂ. g ഓഫ് ABC എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്തേക്കണത് ജസ്റ്റ് ആ ഒരു നമ്മുടെ കയ്യിൽ 5 പ്രൊഡക്റ്റാണുള്ളത്. 5 പ്രൊഡക്റ്റിനെ അവരൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ A ഡാഷ് പ്ലസ് B ഡാഷ് പ്ലസ് C ഡാഷ് എന്ന് പറഞ്ഞ ആ ഒരു ടേം തന്നെ ഒരു പ്രാവശ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കാം. അതായത് നമുക്കറിയാം x ഇൻറ്റു x എന്നുള്ളത് x തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സിന് പകരം x ഇൻറ്റു x എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതാണ് ലാസ്റ്റ് ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു എക്സ്ട്രാ ടേം വന്നേക്കണേ. അതായത് A ഡാഷ് പ്ലസ് B ഡാഷ് പ്ലസ് C ഡാഷ് ഒറ്റ ടൈമേ നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യൻ ഉണ്ടായുള്ളൂ. നമ്മളതിന് 2 ടൈം ഒറ്റ പ്രാവശ്യം കൂടി എഴുതണം. കാരണം x ഇൻറ്റു x ഇസ് ഈക്വൽ ടു x ആണ് ബൈ ലോ ഓഫ് ടോട്ടോളജി. അപ്പോൾ അതുകൊണ്ട് ടൈമിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യണത് നോക്കി, ഈ സെക്കൻഡ് സ്റ്റെപ്പിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നോക്കാം. അതിൽ A പ്ലസ് B പ്ലസ് C ആണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്നുള്ളത് A പ്ലസ് B പ്ലസ് C ഡാഷ്. അപ്പോൾ നമുക്കതിനെ ഒരുമിച്ച് എങ്ങനെ എഴുതാം? A പ്ലസ് B പ്ലസ് C ഇൻറ്റു C ഡാഷിന് എഴുതാം. പിന്നത്തെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയേക്കണതാണ്. അതായത് ലാസ്റ്റ് ടേമിന് അവർ തേർഡ് ടേം ആക്കി എഴുതി. അങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ അടുത്ത ടേമിൽ A ഡാഷ് പ്ലസ് C ഡാഷ് സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും കോമൺ ആണ്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് B ഇൻറ്റു B ഡാഷ് എന്ന് എഴുതാം. B ഇൻറ്റു B ഡാഷ് 0 ആയി പൊക്കോളും. അതുപോലെ ലാസ്റ്റ് 2 ടേമിൽ B ഡാഷ് പ്ലസ് C ഡാഷ് കോമൺ ആണ്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ A ഇൻറ്റു A ഡാഷ് വരും. അപ്പോൾ C ഇൻറ്റു C ഡാഷ് ആദ്യത്തെ ഇതിൽ വന്നു, B ഇൻറ്റു B ഡാഷ് സെക്കൻഡ് ടേമിൽ വന്നു, A ഇൻറ്റു A ഡാഷ് തേർഡ് ടേമിൽ വന്നു. ആ A ഇൻറ്റു A ഡാഷ് B ഇൻറ്റു B ഡാഷ് C ഇൻറ്റു C ഡാഷ് എന്നുള്ളതൊക്കെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് A പ്ലസ് B ഇൻറ്റു A ഡാഷ് പ്ലസ് C ഡാഷ്
ഇൻറ്റു ബി ഡാഷ് പ്ലസ് സി ഡാഷ്. അതിൽ ആ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. പിന്നെ എഗെയിൻ നമ്മൾ ഒന്നും കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എ സി ഡാഷ് പ്ലസ് ബി സി ഡാഷ് എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ സി എൻ എഫിൻ്റെ ഫോമിലായിട്ടില്ല, നമ്മൾ ആദ്യം ഡി എൻ എഫിൻ്റെ ഫോമിലായിട്ടില്ല, നമ്മൾ ആദ്യം ചെയ്തത് തന്നേക്കണ ഫംഗ്ഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക ചെയ്ത്. ഇപ്പോൾ എന്തായി? എ സി ഡാഷ് പ്ലസ് ബി സി ഡാഷ്, അതായത് നമ്മൾ ഡി എൻ എഫിലോട്ട് ആക്കണമെങ്കിൽ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്തു. എന്നിട്ട് നോക്കുമ്പോൾ 2 ടേമേ നമ്മുടെ കയ്യിലുള്ളൂ. ഫസ്റ്റ് ടേമിൽ ബി എന്ന് പറഞ്ഞ വേരിയബിൾ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബി പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്യും. സെക്കൻഡ് ടേമിൽ എ എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിൾ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ എ പ്ലസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 ടേം ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 1 ടേം എടുക്കാം. അപ്പോൾ അതിൻ്റെ ഡി എൻ എഫ് നമുക്ക് കിട്ടി. അടുത്ത പ്രപ്പോസിഷൻ, ലെറ്റ് 2 ഫങ്ഷൻസ് എഫ് ആൻഡ് ജി ഓഫ് ദ സെയിം n ബൂളിയൻ വേരിയബിൾ ബി എക്സ്പ്രസ്ഡ് ഇൻ ദർ റെസ്പെക്റ്റീവ് ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം. അതായത് നമുക്ക് 2 ഫങ്ഷൻസ് n വേരിയബിളുള്ള 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, എഫും ജിയും. അതിൻ്റെ ഡി എൻ എഫിൻ്റെ ഫോമിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കണത്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡി എൻ എഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 2 എണ്ണത്തിലുള്ള ടേം നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് പ്ലസ് ജി. അതായത് എഫിലെ ടേംസും എഴുതണം, ജിയിലെ ടേംസും എഴുതണം. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ടേംസ് നമ്മൾ ഒറ്റ ടൈംസ് എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് പ്ലസ് ജിയുടെ ഡി എൻ എഫ് കിട്ടും. ഇനി എഫ് ഡോട്ട് ജിയുടെ ഡി എൻ എഫ് കിട്ടാൻ എന്താ ചെയ്യണത്? എഫിലും ജിയിലും കോമൺ ആയിട്ടുള്ള ആറ്റംസ് മാത്രം എടുത്ത് എഴുതി അതിൻ്റെ സം എടുക്കാം. അതായത് എഫിലും വരണം ജിയിലും വരണം, അങ്ങനത്തെ ടേംസ് മാത്രം എടുത്ത് സം ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് എഫ് ഡോട്ട് ജിയുടെ ഡി എൻ എഫ് കിട്ടുക. ഇനി എഫ് ഡാഷ് അതായത് എഫ് കോംപ്ലിമെൻറ്റിൻ്റെ ഡി എൻ എഫ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമുക്കറിയാം, ഇത് ഇപ്പോൾ x1 x2 x3 എന്ന് പറഞ്ഞാൽ 3 വേരിയബിളാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ 3 വേരിയബിളിന് നമ്മൾ വാല്യൂസ് എഴുതുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് 8 വാല്യൂസ് കിട്ടും. അതായത് 1 0 0 0 1 0 അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 8 വാല്യൂസ് കിട്ടും. ആ 8 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഓരോ ആറ്റംസ് ഉണ്ട്. ഇപ്പോൾ 3 വേരിയബിൾ ആണെങ്കിൽ നമുക്കറിയാം അവിടെ 2 ക്യൂബ് 8 ആറ്റംസ് ആണുള്ളത്. നമ്മൾ ആ തിയറം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ 8 ആറ്റംസിൽ 5 ആറ്റം നമ്മുടെ എഫിൽ വരുന്നുണ്ടെങ്കിൽ ആ വരാത്ത 3 ആറ്റംസ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ വരുന്നത്. അതായത് നമ്മൾ ആ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ നമ്മൾ 1 ആയിട്ടുള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റംസ് ആണ് എഫിൽ എഴുതിയെങ്കിൽ അടുത്തത് 0 വാല്യൂസിന് കറസ്പോണ്ടിങ് ഉള്ള ആറ്റംസ് ആയിരിക്കും ഇവിടെ എഴുതാം, എഫ് കോംപ്ലിമെൻറ്റിൽ എഴുതാം. അടുത്ത ഡെഫിനിഷൻ നോക്കി, എ ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഓഫ് n വേരിയബിൾസ് x1 x2 etc. xn ഈസ് സെഡ് ടു ബി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എ പെയർ ഓഫ് വേരിയബിൾസ് xi and xj if the values of f is unaffected by interchanging xi and xj, that is if for all values of x1 x2 etc. xn we have ആ ഒരു ഫോമുല ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു n വേരിയബിൾ ഫംഗ്ഷൻ തന്നേക്കാണ്, നമ്മൾ പറയുകയാണ് ആ ഫംഗ്ഷനുള്ളത് സിമെട്രിക് അബൌട്ട് xi and xj. അതായത് എക്സയിലും എക്സിലും അത് സിമെട്രിക്, 2 വേരിയബിൾ സിമെട്രിക് എന്ന് പറഞ്ഞാൽ ആ 2 വേരിയബിളും ഇൻ്റർചേഞ്ച് ചെയ്താലും നമ്മുടെ ഫംഗ്ഷന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു xi and xj എന്ന് പറയും. ഫോർ എക്സാമ്പിൾ x1 x2 x3 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ പറയുകയാണ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു x1 and x2 എന്ന് പറഞ്ഞാൽ x1ന് പകരം നമ്മൾ x2ഉം x2ന് പകരം നമ്മൾ x1 കൊടുത്താലും ഫംഗ്ഷന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മളതിനെ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു x1 and x2 എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. The function x1 x2 dash plus x2 x3 dash plus x3 x1 dash is symmetric in 3 variables. അതായത് അവിടെ x1 x2 x2 ഇൻ്റർചേഞ്ച് ചെയ്താലും ഫംഗ്ഷന് ചേഞ്ച് ഇല്ല, x2 x3 ഇൻ്റർചേഞ്ച് ചെയ്താലും ഫംഗ്ഷന് ചേഞ്ച് ഇല്ല, x3 x1 ഇൻ്റർചേഞ്ച് ചെയ്താലും ഫംഗ്ഷന് ചേഞ്ച് ഇല്ല. അതായത് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുക. അപ്പോൾ അത് സിമെട്രിക് ഇൻ 3 വേരിയബിൾസ് ആണ്. നമുക്ക് ഡി എൻ എഫിൽ എഴുതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. നമ്മൾ അതിൻ്റെ ഡി എൻ എഫ് എഴുതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ സിമെട്രി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒന്നും കൂടെ ക്ലിയർ ആവും. അടുത്ത ഡെഫിനിഷനാണ്, ലെറ്റ് എഫ് ബി എ സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് n ബൂളിയൻ വേരിയബിൾസ് ദെൻ ആൻ ഇൻറ്റീജർ r 0 less than or equal to r less than or equal to n ഈസ് കോൾഡ് എ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് എഫ് ഇഫ് എഫ് ഓഫ് er is equal to 1 where er is the binary sequence of length n whose first r entries are 1 and remaining entries are 0. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കണ ഫംഗ്ഷൻ എന്നുള്ളത് n
ബൂളിയൻ വേരിയബിൾസിലുള്ള ഒരു സിമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ സിമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് x1 പകരം x2 കൊടുത്താലും x2 പകരം x3 കൊടുത്താലും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ആ ഒരു ബൂളിയൻ n വേരിയബിൾസിലുള്ള ബൂളിയൻ ഫംഗ്ഷൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ 6 ആണെന്ന് പറയണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്നുള്ളത് 0ക്കും n ഇടയിലായിരിക്കും. അതായത് f(ER) = 1. ER എന്ന് പറഞ്ഞാൽ എന്താ? ER എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു തിയറം പറഞ്ഞപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായി. അതായത് ആ n ടുപ്പിളിലെ ആദ്യത്തെ 6 ആൾക്കാരുടെ എൻട്രി 6 എൻട്രീസ് 1ഉം റിമൈനിങ് n-6 എൻട്രീസ് 0യും. അങ്ങനത്തെ n ടുപ്പിളിനെയാണ് നമ്മൾ ER എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണം. ആ f(ER) = 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ 6 ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ 3 വേരിയബിൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, x1, x2, x3. നമ്മൾ എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് നമ്പർ പറയുക സിമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ x1, x2, x3 എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 വേരിയബിൾ കൺസിഡർ ചെയ്യുക, അതിലുള്ളൊരു സിമെട്രിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ f(110) വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. ഇത് 110 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ എത്രയാണെന്ന് പറയാം? 2. കാരണം 2 എൻട്രീസിന് 1ഉം ഒരു എൻട്രി 0 ആണ്. അപ്പോൾ 2 എൻട്രീസ് 1 ഉള്ളതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്നുള്ളത് 2 ആണ്. ഇനി ചിലപ്പോൾ അതിന് f(100)യും 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ നമുക്ക് 1 ആണെന്നും പറയാം. അതായത് ഒരു ഫംഗ്ഷൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഉണ്ടാവും. അതായത് നമ്മൾ 1 ആവണ ഒരു n ടുപ്പിൾ നോക്കിയിട്ട് എത്ര എൻട്രീസ് 1 വരുന്നുണ്ടോ ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയണത്? ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയണത്. അപ്പോൾ അത് ആദ്യം തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ വേരിയബിൾസ് ഏത് ഓർഡറിൽ എടുക്കണമെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി ദ ഐഡൻറ്റിക്കലി സീറോ ഫംഗ്ഷൻ ഹാസ് നോ ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അതായത് നമ്മൾ 0 ഫംഗ്ഷൻ എടുക്കണം. അതായത് f(0) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഇല്ല. കാരണം എന്താ? അതെല്ലാ പോയിന്റ്സിലും 0 ആണ്. 1 ആവണ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. While the function which is identically 1 has every integer between 0 and n as a characteristic number. അതായത് ഐഡൻറ്റിക്കലി 1 ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് n ടുപ്പിൾ എടുത്താലും അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം നമുക്ക് 0 തൊട്ട് n വരെയുള്ള എല്ലാ നമ്പറും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പറാണ്. കാരണം 0 ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആവണത് എങ്ങനെയാണ്? അതായത് f(E0) 1 ആണ്. കാരണം ഒറ്റ 1ഉം വന്നില്ല, 0 0 0 0 ആ പോയിന്റിൽ 1 ആണ്. ഇനി ഒരൊറ്റ എൻട്രി മാത്രം 1 ആയാലും ആ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്നുള്ളത് 1 ആവാം. അതുപോലെ 1 തൊട്ട് n വരെയുള്ള ഏത് വാല്യൂ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആവാം. നെക്സ്റ്റ് തിയറം, ദ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ഓഫ് എ സിമെട്രിക് ബൂളിയൻ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ഇറ്റ്. In other words, given integers 0 less than or equal to r1 less than or equal to r2 less than or equal to etc. less than or equal to n, there exists one and only one symmetric function of n Boolean variables whose characteristic numbers are r1, r2, etc. rk. അതായത് ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നുള്ളത് 2, 3. അതായത് ഒരു 5 വേരിയബിൾ ഫംഗ്ഷനാണ്. 5 വേരിയബിൾ ഫംഗ്ഷൻ എന്താണെന്നൊന്നും തന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നുള്ളത് 2ഉം 3ഉം ആണെന്ന് വിചാരിക്കുക. അതായത് 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് നമ്പർ 2ഉം 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതായത് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് എൻട്രി 1, 2 വേരിയബിൾ 1ഉം ബാക്കിയൊക്കെ 0 ആവണ ആ ഒരു f(E2) എന്നുള്ളത് 1 ആണ്, f(E3) എന്നുള്ളത് 1 ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 2ഉം 3ഉം. ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിലും ആ 2, 3 ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിട്ട് വരുന്ന ഒറ്റ ബൂളിയൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് നമുക്ക് 2 ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ 2ഉം 3ഉം ആയിട്ടുള്ള 5 വേരിയബിളിലുള്ള ഒരൊറ്റ ബൂളിയൻ ഫംഗ്ഷനേ ഉള്ളൂ. അതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ പ്രൂഫായിട്ട് നമ്മൾ എടുക്കുന്നത്, ഫോർ എൻ ഇൻറ്റീജർ r 0 less than or equal to r less than or equal to n, let SR be the set of all terms of the form x1 raised to epsilon 1 etc. xn raised to epsilon n where exactly r of the n variables occur without primes and rest n minus r occurs with primes. അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, നമ്മൾ n വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യണേ.
നമ്മൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, 0ക്കും എന്നിനും ഇടയിലുള്ള ഒരു നമ്പർ 6 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ് ആർ എന്ന് പറഞ്ഞത് എന്താ, ഇപ്പം S3 എന്ന് പറഞ്ഞത് എന്താ, S3 എന്നുള്ളത് ആ ഒരു x1 റേസ് ടു എപ്സിലോൺ 1, x2 റേസ് ടു എപ്സിലോൺ 2, എക്സെട്ര xn റേസ് ടു എപ്സിലോൺ, ആ ഒരു ആറ്റത്തിൻ്റെ ഫോമിലുള്ള ഒരു ടേമാണ്. അതിൽ 6 വേരിയബിൾസ് മാത്രം, 6 വേരിയബിൾസിന് മാത്രം പ്രൈംസ് ഇല്ലാണ്ട് ഉണ്ടായിരിക്കും. അതായത് x1 x2 എക്സെട്ര x6 ഏതോ 6 വേരിയബിൾസിന് പ്രൈംസ് ഇല്ല. ബാക്കി n-r വേരിയബിൾസിന് പ്രൈംസ് എന്ന് പറഞ്ഞാൽ ഡാഷ് ഉണ്ട്. അങ്ങനത്തെ ടേംസിൻ്റെ കളക്ഷനാണ് SR. ഇപ്പോൾ നമ്മൾ S3 ആണ് പറയണമെങ്കിൽ ഈ n വേരിയബിൾസിൻ്റെ x1 റേസ് ടു എപ്സിലോൺ 1 എക്സെട്ര xn റേസ് ടു എപ്സിലോൺ n ഫോമിൽ 3 വേരിയബിൾസിന് ഏതോ 3 വേരിയബിൾസ് മാത്രമേ ഡാഷ് ഇല്ലാത്ത വേരിയബിൾസ് ഉള്ളൂ. ബാക്കി വേരിയബിൾസിനൊക്കെ ഡാഷ് ഉണ്ട്. അങ്ങനത്തെ കുറേ ടേംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ടേംസിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, SR എന്ന് പറയുന്നത്. ലെറ്റ് f be a symmetric Boolean function of x1 x2 etc xn with characteristic numbers r1 etc rk. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണത് നമുക്ക് r1 r2 etc rk ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആയിട്ട് വരണ ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. n വേരിയബിൾസിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. അങ്ങനത്തെ ബൂളിയൻ ഫംഗ്ഷൻ ഒറ്റയാണ് ഉണ്ടാവുന്നുള്ളത് നമ്മൾ കാണിക്കണം. അപ്പം അങ്ങനത്തെ ബൂളിയൻ ഫംഗ്ഷനായിട്ട് നമ്മൾ f എടുത്തു. ദെൻ ബിക്കോസ് ഓഫ് സിമ്മട്രി f contains all the terms of SR1 etc SRK and none of the terms of SR for R not equal to R1, R2, etc RK. അതായത് ഈ F എന്ന് പറഞ്ഞാൽ എന്താ, എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് R1, R2 എക്സെട്ര RK. അപ്പോൾ നിങ്ങൾ ഡെഫിനേഷൻ വിചാരിക്കാം, എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ R1 എന്ന് പറഞ്ഞാൽ എന്താ, അതായത് R1 എൻട്രീസ് 1ഉം ബാക്കി എൻട്രീസ് 0 ആയിട്ട് വരണ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനത്തെ പോയിന്റ് നമ്മുടെ എവിടെ ഉണ്ട്, SR എന്ന് പറഞ്ഞ ടേമിലില്ലേ. ഇപ്പം SR എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചേക്കണ എന്താ, SR എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിൽ ആരൊക്കെ ഉള്ളത്, ഏതൊക്കെ പോയിന്റ്സിലാണോ R വേരിയബിൾസ് നമ്മൾ പ്രൈംസ് ഇല്ലാണ്ട് കൊടുത്തേക്കണേ, n-r വേരിയബിൾസ് നമ്മൾ പ്രൈംസ് ഉള്ളതായിട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇവിടെ പറയണത് ഇപ്പോൾ R1 അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പറാന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിൽ SR1 എല്ലാ എൻട്രീസും ഉണ്ടായിരിക്കും, എല്ലാ ടേംസും ഉണ്ടായിരിക്കും. അതുപോലെ R1, R2 എക്സെട്ര RK ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ SR1ലും SR2ലും അങ്ങനെ SRKയിലെ ടേംസൊക്കെ ഇവിടെ കണ്ടെയ്ൻ ചെയ്യും, എഫിൽ കണ്ടെയ്ൻ ചെയ്യും. ബാക്കി ഈ R1, R2 എക്സെട്ര RK അല്ലാത്ത ഒറ്റ SRന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസും എഫിൽ ഉണ്ടായിരിക്കില്ല. Therefore, the DNF of F must be the sum of the terms in SR1 etc SRK. അതായത് R1, R2 എക്സെട്ര RK ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫോം ചെയ്ത് വെച്ചാണ് സെറ്റ്സ് ആരാ, SR1, SR2 എക്സെട്ര SRK. ആ ഒരു സെറ്റിലെ ടേംസിൻ്റെ സമ്മ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്തായിരിക്കും, എഫിൻ്റെ DNF എന്നായിരിക്കും. സിൻസ് 2 ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് cannot have the same DNF, F is uniquely determined by this expression. അതായത് 2 ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷന് ഒരിക്കലും സെയിം DNF വരില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കണു അങ്ങനത്തെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ DNF എന്നുള്ളത് ഈ SR1, SR2 എക്സെട്ര SRKയിലെ ടേംസിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അത് എഫിനോട് ഈക്വൽ ആണ്. അപ്പോൾ R1, R2 എക്സെട്ര RK എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് വരണം ആ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് യൂണീക്ക്ലി ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത തിയറം, ദ സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ ഓഫ് n ബൂളിയൻ വേരിയബിൾസ് x1, x2 എക്സെട്ര xn ഇസ് എ സബ് ഓൾജിബ്ര ഓഫ് ദി ബൂളിയൻ ഓൾജിബ്ര ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻസ് ഓഫ് ദീസ് വേരിയബിൾ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ n മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻസ് ഓഫ് ദിസ് n വേരിയബിൾസ് എന്നുള്ളതൊരു ബൂളിയൻ ഓൾജിബ്ര. അതിൻ്റെ സബ് ഓൾജിബ്രയായിട്ട് നമുക്ക് എന്തെടുക്കാം, സിമെട്രിക് ഫംഗ്ഷൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ആ ബൂളിയൻ ഓൾജിബ്രയുടെ ഒരു സബ് ഓൾജിബ്രയായിട്ട് വരും. As a Boolean algebra, it is isomorphic to the power set Boolean algebra of the set 0, 1, etc. up to n. അപ്പോൾ ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത സബ് ഓൾജിബ്ര എന്നുള്ളത് പവർ സെറ്റ് ബൂളിയൻ ഓൾജിബ്ര ഓഫ് ദി സെറ്റ് 0, 1, 2, etc. എന്നോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. Let capital X denote the Boolean algebra of all
the Boolean functions of x1, x2, etc. xn under the point wise operation. അതായത് നമ്മൾ കൺസിഡർ ചെയ്യാണ് x1, x2, etc. xnലുള്ള എല്ലാ ബൂളിയൻ ഫങ്ഷൻസിൻ്റെയും കളക്ഷനാണ് ആര്? ക്യാപിറ്റൽ എക്സ്. അതായത് x1, x2, etc. n വേരിയബിളുള്ള എല്ലാ ബൂളിയൻ ഫംഗ്ഷൻസിനെയും കളക്ഷനായിട്ട് നമ്മൾ എക്സ് എടുത്തു. അതിൻ്റെ ഒരു സബ് ഓൾജിബ്രയാണ് സിമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ y എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഇനി ലെറ്റ് എഫ് കോമ ജി എലമെൻറ്റ് ഓഫ് വൈ. അതായത് എഫും ജിയും എന്താ? n വേരിയബിൾസിലുള്ള സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻസാണ്. ദെൻ എഫ് കോമ ജി ആർ അൺഅഫക്റ്റഡ് അണ്ടർ ദി ഇൻ്റർചേഞ്ച് ഓഫ് എനി ടു വേരിയബിൾസ്. അതായത് സിമെട്രിക് ആയതുകൊണ്ട് രണ്ട് വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താലും ഫംഗ്ഷന് ചേഞ്ച് വരില്ല. സോ ഒബ്വിയസ്ലി ദ സെയിം ഈസ് ട്രൂ ഫോർ എഫ് പ്ലസ് ജി. അതായത് എഫിനും ജിക്കും ചേഞ്ച് വരുന്നില്ലെങ്കിൽ നമ്മൾ എഫ് പ്ലസ് ജിയുടെ ഡി എൻ എഫ് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ജി നമ്മൾ എഴുതുന്നത് എഫിൻ്റെയും ജിൻ്റെയും ടേംസിൻ്റെ സം എടുത്താൽ. നമ്മൾ പറഞ്ഞു രണ്ട് വേരിയബിൾസ് എഫും ജിയും സിമെട്രിക് ആയതുകൊണ്ട് രണ്ട് വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്താലും എഫിനും ചേഞ്ച് വന്നില്ല, ജിക്കും ചേഞ്ച് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഫ് പ്ലസ് ജിക്കും ചേഞ്ച് വന്നില്ല. അതുപോലെ എഫ് ഡോട്ട് ജി നമ്മൾ എങ്ങനെ എഴുതാം? എഫിലെയും ജിയിലും കോമൺ ആയിട്ടുള്ള ടേംസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ എഫ് ഡോട്ട് ജി. അതിൻ്റെ ഡി എൻ എഫ് എന്നുള്ളത് എഫിലും ജിയിലും കോമൺ ആയിട്ട് വന്ന ടേംസിൻ്റെ സമ്മായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എഫിനും ചേഞ്ച് വന്നില്ല, ജിക്കും ചേഞ്ച് വന്നില്ലെങ്കിൽ എഫ് ഡോട്ട് ജിക്കും ചേഞ്ച് വന്നില്ല. അതുപോലെ തന്നെ എഫ് പ്രൈം അതായത് എഫ് ഡാഷിനും ചേഞ്ച് വന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y ഈസ് ക്ലോസ്ഡ് അണ്ടർ പ്ലസ് ഡോട്ട് ആൻഡ് ഡാഷ്. ഓൾസോ y ഓൾവേസ് കണ്ടെയ്ൻസ് ദ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് 1 ആൻഡ് 0. അതുപോലെ 1ഉം 0 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റ ടേംസും ഇല്ല, 1 എന്ന് പറയുമ്പോൾ എല്ലാ ടേംസും ഉണ്ടാവും. അപ്പോൾ ആ 0 ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ എന്നുള്ളത് എന്താ? സിമെട്രിക് ആണ്. അതുകൊണ്ട് y എന്നുള്ളത് സബ് ഓൾജിബ്രയാണ്. അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, പിന്നെ പ്ലസ്സിലും ഡോട്ടിലും ഡാഷിലും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം? y എന്നുള്ളത് സബ് ഓൾജിബ്ര. ഇനി അടുത്തത് അടുത്ത് നമുക്ക് പറയേണ്ടത് ആ ഒരു സബ് ഓൾജിബ്ര എന്നുള്ളത് സെറ്റ് 0, 1, 2 എക്സെട്ര അപ് ടു n എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിനോട് പവർ സെറ്റ് ബൂളിയൻ ഓൾജിബ്രയുടെ ഐസോമോർഫിക് എന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കാം ലെറ്റ് ടി ബി ദ സെറ്റ് 1, 2, 3 എക്സെട്ര അപ് ടു n. 1 അല്ല, അവിടെ 0യും കൂടി ഉണ്ട്. 0, 1, 2, 3 എക്സെട്ര അപ് ടു n. വി വിൽ നൗ ഗീവ് ആൻ എക്സ്പ്ലിസിറ്റ് ഐസോമോർഫിസം ബിറ്റ്വീൻ y ആൻഡ് p ഓഫ് t. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു ഐസോമോർഫിസം നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? y is isomorphic to p of t. For a symmetric function x1, x2, etc. xn, let c of f denote the set of all characteristic numbers of f. അതായത് നമ്മൾ ക്യാപിറ്റൽ വൈന്ന് പവർ സെറ്റ് ഓഫ് ടിയിലോട്ട് ഒരു ഐസോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാം. അപ്പോൾ വൈയിലൊരു എലമെൻ്റ് എന്നുള്ളത് എന്താ? വൈയിലൊരു എലമെൻ്റ് എന്നുള്ളതൊരു സിമെട്രിക് ഫംഗ്ഷനാണ്. അപ്പം സിമെട്രിക് ഫംഗ്ഷനിലെ സി ഓഫ് എഫ് എന്നുള്ളത് ആരാ? സി ഓഫ് എഫ് എന്നുള്ളത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ. നമ്മൾ പറഞ്ഞ ഒരു ഫംഗ്ഷന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ഉണ്ടാവാം. അപ്പോൾ 0ക്കും എന്നിനും ഇടയിലുള്ള ചിലപ്പോൾ 2, 3 നമ്പേഴ്സോ അതിൽ കൂടുതൽ നമ്പേഴ്സോ ആ ഫംഗ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പറായിട്ട് വരാം. അങ്ങനത്തെ സെറ്റിൻ്റെ കളക്ഷനായിട്ട് നമ്മൾ സി ഓഫ് എഫ് എടുക്കുകയാണെങ്കിൽ സി ഓഫ് എഫ് ഉറപ്പായിട്ടും ടിയുടെ എന്തായിരിക്കും? ഒരു സബ്സെറ്റ് ആയിരിക്കും. അതായത് സി ഓഫ് എഫ് എന്നുള്ളത് എവിടെ ഉണ്ടായിരിക്കും? പി ഓഫ് ടിയിൽ ഒരാളായിരിക്കും. ദെൻ സി ഓഫ് എഫ് എലമെൻറ്റ് ഓഫ് പി ഓഫ് ടി. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ എ ഫംഗ്ഷൻ തീറ്റ ഫ്രം വൈ ടു പി ഓഫ് ടി ബൈ തീറ്റ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സി ഓഫ് എഫ്. അതായത് നമ്മൾ വൈന്ന് പി ഓഫ് ടിയിലോട്ട് ഒരു ഐസോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യാണ് തീറ്റ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സി ഓഫ് എഫ്. അതായത് എഫ് വൈയിലൊരു എലമെൻറ്റ് എഫ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പി ഓഫ് ടിയിൽ ആരെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സി ഓഫ് എഫ്, ആ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ പ്രീവിയസ് തിയറം തീറ്റ ഈസ് ബൈജക്റ്റീവ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കളക്ഷൻ നമുക്ക് തരാണ്. അതായത് R1, R2 എക്സെട്ര RK എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ തരാണെങ്കിൽ അത് ക്യാരക്ടറിസ്റ്റിക് നമ്പറായിട്ട് വരുന്ന ഒരൊറ്റ സിമെട്രിക് ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് 1, 1 ആണ്. 1, 1 ആണ്. അതുപോലെ ഓൺ ടു ആണ്. സിമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് 1, 1 ഓൺ ടു ആണ്. തീറ്റ ബൈജക്റ്റീവ് ആണ്. നമുക്ക് ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്താൽ മതി? അതായത് ക്യാപിറ്റൽ വൈയിൽ നമ്മുടെ ഓപ്പറേഷൻസ് എന്നുള്ളത് പ്ലസ് ഡോട്ട് ഡാഷ് ആണ് പി ഓഫ് ടി പവർ സെറ്റ്.
ബൂളിയൻ ആൾജിബ്രയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? സി ഓഫ് എഫ് പ്ലസ് ജി is equal to സി ഓഫ് എഫ് യൂണിയൻ സി ഓഫ് ജി, സി ഓഫ് എഫ് ഡോട്ട് ജി is equal to സി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ സി ഓഫ് ജി, സി ഓഫ് എഫ് ഡാഷ് is equal to ടി മൈനസ് സി ഓഫ് എഫ്. അപ്പോൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ പറഞ്ഞു എഫ് പ്ലസ് ജി, എഫും ജി എന്ന് പറഞ്ഞാൽ രണ്ട് സിമെട്രിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് പ്ലസ് ജി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിൽ രണ്ടെണ്ണത്തിലും വരണ ആ എലമെൻറ്റ്സ് വരുന്ന ടേംസ്, അതായത് എഫിൻ്റെയും ജിയുടെയും ഡി എൻ എഫ് അറിയാമെങ്കിൽ എഫ് പ്ലസ് ജിയുടെ ഡി എൻ എഫ് നമ്മൾ എങ്ങനെ എഴുതണം? അതായത് എഫിലും ജിയിലും വരുന്ന ടേംസിൻ്റെ സമ്മാക്കി എഴുതും. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ടേം എഴുതണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് പ്ലസ് ജിയുടെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് എന്നുള്ളത് എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ യൂണിയൻ ജിയുടെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആയിരിക്കും. അതായത് ഡി എൻ എഫിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതുപോലെ എഫ് ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വന്ന എലമെൻറ്റ്സ് മാത്രമേ എടുത്ത് എഴുതുന്നുള്ളൂ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് വരുമ്പോൾ ഇൻ്റർസെക്ഷനാണ് വരാം. അതുപോലെ സി ഓഫ് എഫ് കോംപ്ലിമെൻറ്റ്, നമ്മൾ എഫിലില്ലാത്ത ടേംസ് ആണ് എഫ് ഡാഷിൻ്റെ ടേംസ് ആക്കി എഴുതണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് നമ്പർ, അപ്പോൾ ഒരു നമ്പർ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എഫ് ഡാഷിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആവില്ല. അപ്പോൾ സി ഓഫ് എഫ് ഡാഷ് is equal to നമുക്ക് ടി മൈനസ് സി ഓഫ് എഫ് എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ആ ഡെഫിനിഷനിൽ നിന്ന് ക്ലിയർ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. താങ്ക് യു.